നമസ്കാരം. വലിയ പ്രാർത്ഥനയിലാണ്, വലിയ ആഹ്ലാദത്തിലാണ് BJP ക്യാമ്പുകൾ. കാരണം മറ്റൊന്നുമല്ല, കേരളത്തിലുടൻ 2 ഉപതെരഞ്ഞെടുപ്പുകൾ ആഗതമായിരിക്കുന്നു. മറ്റൊന്നുമല്ല, KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുകയാണെങ്കിൽ ആലപ്പുഴയിൽ തീർച്ചയായും ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും. കാരണം MP സ്ഥാനം രാജിവെക്കാതെ KC വേണുഗോപാലിന് കേരള മുഖ്യമന്ത്രിയാവുക സാധ്യമല്ല. അതുപോലെ തന്നെ KC വേണുഗോപാലിനെ അടുത്ത MLA ആക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു MLA രാജിവെപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് KCയെ വിജയിപ്പിക്കേണ്ടുന്ന ആവശ്യവുമുണ്ട്. അങ്ങനെ ജനത്തിന്റെ തലയിലേക്ക് 2 ഉപതെരഞ്ഞെടുപ്പുകൾ വെച്ച് കെട്ടുകയാണ് കോൺഗ്രസ്. അതിൽ BJP ക്യാമ്പിന്റെ ആഹ്ലാദം മറ്റൊന്നുമല്ല. കാരണം ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ കച്ചകെട്ടി തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ ഇലക്ഷന് ശോഭാ സുരേന്ദ്രനും ആരിഫും വേണുഗോപാലുമായിരുന്നു ആലപ്പുഴയിലെ MP സ്ഥാനാർത്ഥികൾ. KC വേണുഗോപാലാണ് ജയിച്ചത്. 2ാം സ്ഥാനത്ത് ആരിഫായിരുന്നു. 3ാം സ്ഥാനത്ത് ശോഭാ സുരേന്ദ്രനുമായിരുന്നു. ശോഭാ സുരേന്ദ്രനാണെങ്കിൽ മത്സരിക്കുന്ന എല്ലായിടത്തും, ഇത്തവണ ഒഴികെ എല്ലായിടത്തും വോട്ട് വർദ്ധിപ്പിക്കുന്ന ആളുമാണ്. ആലപ്പുഴയിൽ നിന്ന് ഒരു MPയെ BJP പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ BJP ക്യാമ്പുകൾ സജീവമായി തുടങ്ങി, ആഹ്ലാദത്തിലാണ്. അതുപോലെ തന്നെ ഒരു കോൺഗ്രസ് MLA രാജിവെപ്പിച്ച് KC മത്സരിക്കുന്ന സ്ഥലത്തേക്ക് BJP ഒന്നടങ്കം പ്രവർത്തനത്തിനെത്തും. അതും തങ്ങൾക്ക് അനുകൂലമാകും എന്ന് തന്നെ BJP ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് KC വേണുഗോപാലിന് വേണ്ടി കൈവെക്കാനാണ് BJPക്ക് ഇഷ്ടം. KC വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണം എന്ന പ്രാർത്ഥനയിലാണ് BJP നേതൃത്വം. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 4,04,560 വോട്ടുകൾക്കാണ് KC വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് വിജയിച്ചത്. 2ാം സ്ഥാനത്ത് CPMന്റെ AM ആരിഫ് ആയിരുന്നു. 3,41,047 വോട്ടുകളായിരുന്നു AM ആരിഫ് നേടിയത്. BJP സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രനായിരുന്നു. 2,99,648 വോട്ടുകൾക്കാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ 3ാം സ്ഥാനത്തേക്ക് എത്തിയത്. എന്തായാലും KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ ആലപ്പുഴയിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ തന്നെയായിരിക്കും BJP സ്ഥാനാർത്ഥി. അത് BJPക്ക് നൽകുന്ന പ്രതീക്ഷ ചെറുതൊന്നുമല്ല. ഒപ്പം തന്നെ CPM കേന്ദ്രങ്ങളും ആഹ്ലാദത്തിലാണ് എന്ന് കരുതാം. ഇത്രയും തകർന്ന ഒരവസ്ഥയിൽ പോലും കോൺഗ്രസിന്റെ ഈ തമ്മിലടി കാണുമ്പോൾ അവരും സന്തോഷത്തിലാണ്. ഭാവിയിൽ വീണ്ടും അധികാരത്തിൽ വരാം എന്നൊരാഗ്രഹം അവർക്കുമുണ്ട്. മാത്രമല്ല, പരിഹാസത്തോടെയാണെങ്കിലും സോഷ്യൽ മീഡിയകളിൽ വരുന്ന ഒരു വാചകമുണ്ട്. 5 വർഷം കേരളത്തിന് കാവൽ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഒരുപാട് റെക്കോർഡുകൾ ഇട്ടുപോയ ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തുടർച്ചയായ 2ാം തുടർഭരണം എന്നത് തന്നെയാണ് ആദ്യത്തെ റെക്കോർഡ്. സോഷ്യൽ മീഡിയ പറയുന്നത് പോലെയാണെങ്കിൽ ഇന്ത്യയിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി, ഒപ്പം കാവൽ മുഖ്യമന്ത്രിയായി 5 വർഷം തികയ്ക്കാവുന്ന ഒരു ഭരണാധികാരി എന്ന നിലയിലും പിണറായി വിജയന് റെക്കോർഡാകും എന്നാണ് സോഷ്യൽ മീഡിയയിലുള്ള പരിഹാസം. ഇനി 3-ൽ VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, ഈ 3-ൽ മുഖ്യമന്ത്രിയാക്കിയാൽ കോൺഗ്രസിന്റെ പ്രശ്നങ്ങൾ അവസാനിക്കുമോ? അവസാനിക്കില്ല. പ്രശ്നങ്ങൾ അവിടെ ആരംഭിക്കുകയുള്ളൂ. കേരളത്തിലെ തമ്മിലടി പോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെയും ഇത് അവസാന മന്ത്രിസഭയാകാനാണ് സാധ്യത. രാജസ്ഥാനിലെ കാര്യം നമുക്കറിയാം. രാജസ്ഥാൻ എന്നും കോൺഗ്രസിനോടൊപ്പമായിരുന്നു. കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിനാണ് സച്ചിൻ പൈലറ്റിനെ അധ്യക്ഷനാക്കി കോൺഗ്രസ് കൊണ്ടുവന്നത്. പ്രവർത്തന മികവും മികച്ച വ്യക്തിപ്രഭാവവും കൊണ്ട് സച്ചിൻ പൈലറ്റ് കോൺഗ്രസിനെ കൂടുതൽ വളർത്തി. നിയമസഭാ ഇലക്ഷനും സച്ചിൻ പൈലറ്റ് തന്നെ മുന്നിൽ നിന്ന് നയിച്ചു. കഴിവിനും വ്യക്തിപ്രഭാവത്തിനും യുവത്വത്തിനും ജനം വോട്ട് ചെയ്തു, ഭൂരിപക്ഷം നേടി. പക്ഷേ അതിന്റെ പിന്നിലുണ്ടായിരുന്ന ചതിയെ മനസ്സിലാക്കാൻ സച്ചിൻ പൈലറ്റിന് കഴിഞ്ഞില്ല. മുൻ മുഖ്യമന്ത്രിയായിരുന്ന അശോക് ഗെഹ്ലോട്ട് തന്റെ ആളുകളെയായിരുന്നു നിയമസഭയിലേക്ക് സ്ഥാനാർത്ഥികളാക്കിയതിൽ കൂടുതലും. അങ്ങനെ ഹൈക്കമാൻഡിന്റെ ഇടപെടൽ വന്നു. കൈപൊക്കലായി
ആര് മുഖ്യമന്ത്രിയാകണം? തന്റെ ആളുകൾ അശോക് ഗെഹ്ലോട്ടിന് വേണ്ടി കൈവക്കിയപ്പോൾ ഗെഹ്ലോട്ട് മുഖ്യമന്ത്രിയായി. ജനം കോൺഗ്രസിനെ വെറുത്തു. രാജസ്ഥാൻ കോൺഗ്രസിൽ നിന്ന് അകന്നു. ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം അത് BJPയുടെ കയ്യിലേക്കായി. അത് തന്നെയായിരിക്കും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ജനം വോട്ട് ചെയ്തത് VD സതീശനാണ്. VD സതീശന്റെ നേതൃത്വ പാടവത്തിനാണ്. VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനായിരുന്നു ജനത്തിന്റെ മുന്നിൽ സ്ഥാനം. ഇപ്പോൾ ഇതൊരു ചതിയുടെ കഥയായിരിക്കും കേരളത്തിൽ ആരംഭിക്കുന്നത്. MP-മാർ മത്സരിക്കാൻ പാടില്ല എന്ന് ഹൈക്കമാൻഡിന്റെ ശക്തമായ നിർദ്ദേശം. ആ നിർദ്ദേശം അനുസരിച്ച് കൂടുതൽ കലാപമുണ്ടാക്കിയ K. സുധാകരൻ ഉൾപ്പെടെയുള്ളവർ പിന്മാറി. ജനം വോട്ട് ചെയ്തത് VD സതീശനും ഒപ്പം പ്രവർത്തിച്ച രമേശ് ചെന്നിത്തലയ്ക്കുമാണ്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് MP സ്ഥാനം രാജിവെച്ച് സിനിമകളിൽ കാണുന്നത് പോലെ KC മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തും എന്നൊരവസ്ഥയാണ്. അങ്ങനെ വന്നാൽ ജനം നിരാകരിക്കും കോൺഗ്രസിനെ. ഇവിടേക്ക് BJPക്കുള്ള വഴി വെട്ടിത്തുറന്ന് പട്ടുപരവതാനി വിരിച്ച് പൂ വിരിച്ചു കൊടുക്കുന്നതായിരിക്കും കോൺഗ്രസിന്റെ ഈ നടപടി അവസാനമെത്താൻ പോകുന്നത്. KC വേണുഗോപാലിന് വേണ്ടി വാദിക്കുന്നവർ രാജസ്ഥാന്റെ ഈ അവസ്ഥയൊന്നറിയുക, വല്ലപ്പോഴും ഒന്ന് ഓർക്കുക. കാരണം ഒന്നുകൂടി ആവർത്തിക്കട്ടെ, ജനം വോട്ട് ചെയ്തത് VD സതീശന് വേണ്ടിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.